സ്ത്രീകൾക്കും കുട്ടികൾക്കും പിടിപെട്ടേക്കാവുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും പറഞ്ഞു തരുന്നു ഡോക്ടേഴ്സ് വ്യൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി, SUT പട്ടം ഹോസ്പിറ്റലിൽ അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് ഇൻ ഡെർമറ്റോളജി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്? ഇത് സ്കിന്നിലുണ്ടാകുന്ന ഒരു തരം എക്സിമയാണ്, അതായത് സ്കിന്നിലെ അലർജി. ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങളാൽ തൊലിപ്പുറത്ത് ചൊറിച്ചിലുണ്ടാകുകയും അത് പൊട്ടി ഒലിച്ച് പൊറ്റയായി ഭാവിയിൽ കറുപ്പ് നിറത്തോടും കട്ടിയോടും കൂടി ഉണ്ടാകുന്ന അസുഖത്തിനെയാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ജനിച്ച് 2 വയസ്സ് മുതൽ 2 മാസം മുതൽ 2 വയസ്സ് വരെ ഉണ്ടാകുന്ന കുട്ടികളിൽ കാണിക്കുന്ന അസുഖത്തിനെ ഇൻഫൻറ്റൈൽ ഫേസ് എന്ന് പറയുന്നു. അവരുടെ മുഖത്താണ് സാധാരണയായി അറ്റോപിയുടെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത്. അതായത് കവിളിലും നെറ്റിയിലും ചുവപ്പ് നിറത്തോടു കൂടി ചെറിയ ചുവന്ന കുരുക്കൾ പൊങ്ങി വരിക. ഇതുപോലെ തന്നെ ഡയപ്പർ ഇടുന്ന ഭാഗത്തും നമ്മുടെ മുട്ടിലിഴയുന്ന പ്രായത്തിൽ കുട്ടികളുടെ മുട്ടിലും കൈമുട്ടിലും പുറത്തും വരൾച്ചയോട് കൂടി കാണപ്പെടുന്നതും അറ്റോപ്പിയുടെ ലക്ഷണമാണ്. 2 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ അവരുടെ കൈമടക്കിലും കാൽമടക്കിലുമാണ് അറ്റോപ്പിയുടെ ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ ചൈൽഡ്ഹുഡ് ഫേസ് ഓഫ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നു. മൂന്നാമതായി 12 വയസ്സിന് മുകളിൽ മുതിർന്നവരിലും കാണപ്പെടുന്ന അറ്റോപിക് ഡെർമറ്റൈറ്റിസിനെ അഡൽട്ട് ഫേസ് ഇൻ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നു. അവർക്ക് സ്ഥിരമായി ഉണ്ടാകുന്ന ചൊറിച്ചിലിനോടൊപ്പം തന്നെ സ്കിന്ന് അതിൻ്റെ മൂലമായിട്ട് സ്കിന്നാണെങ്കിൽ കട്ടിയാകുകയും കറുപ്പ് നിറം വരികയും ചെയ്യുന്നു. മാത്രമല്ല ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പൊട്ടി ഒലിച്ച വ്രണങ്ങൾ ഉണ്ടാകുകയും മറ്റു ചില ഇടയിടങ്ങളിൽ കറുപ്പ് കട്ടിയായി പൊറ്റയായിട്ടുണ്ടാവുകയും ചെയ്യുന്നു. അഡൽട്ട് ഫേസ്, അതായത് 12 വയസ്സും അതിനു മുകളിലുമുള്ള മുതിർന്നവരിലും കാണപ്പെടുന്ന അറ്റോപ്പി സ്ഥിരമായ ചൊറിച്ചിൽ മൂലം അവരുടെ സ്കിൻ കറുത്ത് കട്ടിയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഇതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മടക്കുകളിൽ മാത്രമല്ല കാണുക, അതിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. മാത്രമല്ല മുതിർന്നവരിൽ ചില ഏരിയയിൽ മാത്രം കാണുന്ന പൊട്ടിയൊലിച്ച വ്രണങ്ങളും അതിൻ്റെ കൂടെയുള്ള കറുത്ത് കട്ടിയായി പൊറ്റയായിട്ടുള്ള രീതിയിലും അറ്റോപിക് ഡെർമറ്റൈറ്റിസ് കാണപ്പെടാറുണ്ട്. ഇത് കൂടാതെ, അതായത് ഞാനിപ്പോൾ പറഞ്ഞ 3 സ്റ്റേജസ് 3 ഫേസസ് കൂടാതെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവരിൽ വരണ്ട ചർമ്മം, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, ചുവന്ന് തുടുത്ത കണ്ണുകൾ, കണ്ണിൻ്റെ അടിയിലുള്ള മടക്കുകൾ, പിന്നെ കവിളിലാണെങ്കിൽ തേമൽ പോലെയുള്ള വെളുത്ത പാടുകൾ, കഴുത്ത് കറുത്തിരിക്കുക, പിന്നെ വിയർക്കുന്ന സമയത്ത് ചൊറിച്ചിൽ അധികമായിട്ട് വരിക, ആഹാരത്തിനോടോ കമ്പിളിയോടോ ഒക്കെ ഉണ്ടാകുന്ന അലർജികൾ, സോപ്പിനോടുണ്ടാകുന്ന അലർജികൾ, ഇതെല്ലാം സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട്. ചെറിയ ഏറ്റക്കുറച്ചിലോടുകൂടി വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്. എന്തൊക്കെയാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്ന് നോക്കാം. ഏറ്റവും ആദ്യം പറയേണ്ടത് ഹെറിഡിറ്ററിയാണ്, അതായത് പാരമ്പര്യം. ഭൂരിഭാഗം അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ള ആൾക്കാരിലും അവരുടെ കുടുംബത്തിൽ അലർജി മൂലം തുമ്മൽ, ജലദോഷം, സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ ബ്രോങ്കിയൽ ആസ്മ ഇതെല്ലാം ഉണ്ടായതായി കണ്ടുവരുന്നു. പിന്നെ അത് മാത്രമല്ല പാരമ്പര്യമായിട്ട് അറ്റോപ്പിയുടെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ അവർക്കാണെങ്കിൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന കഠിനമായ അസുഖമാണ് കണ്ടുവരുന്നത്. മാത്രമല്ല ഇത് നമ്മൾ കൊടുക്കുന്ന ചികിത്സയോട് പ്രതികരിക്കാനും ബുദ്ധിമുട്ടാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പരിസ്ഥിതിയാണ്. അതായത് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന കുട്ടികളിൽ അറ്റോപ്പി ഉണ്ടാകാനുള്ള തോത് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന കുട്ടികളെക്കാൾ അധികമായിട്ടാണ് കണ്ടുവരുന്നത്. ഇതിന് നഗരവൽക്കരണവും പൊല്യൂഷനും ഒരു കാരണമായി കണ്ടുവരുന്നു. വീട്ടിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള പൊടി, അതിൽ ജീവിക്കുന്ന പ്രാണികൾ, ഭിത്തിയിലും മറ്റും കാണുന്ന പൂപ്പൽ, പിന്നെ അക്കേഷ്യ പോലുള്ള മരങ്ങളുടെ പൂമ്പൊടി, ഇത് എല്ലാം തന്നെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് വഷളാക്കുന്നതായി കണ്ടുവരുന്നു. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കാലാവസ്ഥയാണ്. അതായത് പ്രത്യേകിച്ചും തണുപ്പ് കാലാവസ്ഥയിലാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അധികമാകുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. തണുപ്പ് കാലാവസ്ഥയാകുമ്പോൾ നമ്മുടെ ഒരു നോർമൽ വ്യക്തിയുടെ തന്നെ തൊലി വരണ്ട് ഉണങ്ങിയതായിട്ട് വരും. അപ്പോൾ ഒരു അറ്റോപ്പിക്കാരുടെ കാര്യം പറയാനില്ലല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആഹാര രീതി. സാധാരണയായി പാല്, പ്രത്യേകിച്ച് പശുവിൻ പാല് ചേർന്ന ഉൽപ്പന്നങ്ങൾ, മുട്ട,
മുട്ട ചേർന്ന ആഹാര സാധനങ്ങൾ, നട്ട്സ് ചേർന്ന ചോക്ലേറ്റ്സ്, ഇത് എല്ലാം തന്നെ അലർജി ഉണ്ടാക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ കടൽ മീനുകൾ, കൊഞ്ച്, സോയാബീൻ, അങ്ങനെ ബ്രിഞ്ചോൾ വരെ അലർജി ഉണ്ടാക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറ്റോപ്പി ഉള്ള ഒരു കുട്ടിയോട് ഇതൊന്നും കഴിക്കേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യാം? നമ്മൾ നോക്കുക, കഠിനമായ അസുഖമുള്ള, അതായത് ചൊറിച്ചിലും തൊലിപ്പുറമേ ഉണ്ടാകുന്ന തിണർപ്പുകളും കഠിനമായിട്ടുണ്ടാവുകയാണെങ്കിൽ എന്തായാലും അവർ ആഹാരം ശ്രദ്ധിക്കുകയും അത് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതായിട്ടും വരും. പക്ഷേ വളരുന്ന പ്രായത്തിൽ നമ്മൾ കുട്ടികൾക്ക് ആഹാര നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അവരുടെ അതായത് വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകാഹാരം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതിനു വേണ്ടി ഒരു ഡയറ്റീഷ്യൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഫെക്ഷനാണ്. ഈ അറ്റോപ്പി ഉള്ള കുട്ടികളിൽ അവരുടെ രോഗപ്രതിരോധ ശക്തിയിലുണ്ടാകുന്ന വ്യത്യാസം കാരണം അവർക്ക് മറ്റു കുട്ടികളെക്കാളും സ്കിൻ ഇൻഫെക്ഷൻസും അല്ലാതെ തന്നെയുള്ള ഇൻഫെക്ഷൻസും ഉണ്ടാവാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുള്ള പിതാക്കൾക്ക് നന്നായിട്ടറിയാം. അവർക്കാണെങ്കിൽ പെട്ടെന്ന് അസുഖം വരും, പെട്ടെന്ന് പനി വരും, പെട്ടെന്ന് ചുമ വരും, അത് മാറത്തുമില്ല, കുറച്ച് കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ തൊലിപ്പുറമെ വൈറസ് കാരണമുള്ള ചില അസുഖങ്ങൾ, അതായത് നമ്മുടെ പാലുണ്ണി അല്ലെങ്കിൽ ഈ അരിമ്പാറ ഒക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ അപ്പം തന്നെ ട്രീറ്റ് ചെയ്യുക. കാരണം പിന്നീട് ഭാവിയിൽ ഇത് തന്നെ ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സിമ ഉള്ള ഒരാളുടെ സ്കിന്നിൽ അതിൻ്റെ പുറത്ത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന ബാക്ടീരിയ താമസമാക്കുകയും അത് നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന മരുന്നുകൾക്ക് എക്സിമ പ്രതികരിക്കാത്ത ഒരു വിധത്തിലാക്കുകയും ചെയ്യും. അപ്പം സ്ഥിരമായിട്ട് അറ്റോപ്പിയുള്ള മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു കുട്ടീനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൻറ്റിബയോട്ടിക് ഗുളികകൾ കൊടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രെസ്സാണ്. അതായത് എല്ലാ ത്വക്ക് രോഗങ്ങളെയും പോലെ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസിലും മാനസികമായിട്ടുള്ള പിരിമുറുക്കം അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസിൻ്റെ നില വഷളാക്കുന്നു. അപ്പം എന്നുവെച്ചാൽ ഇതിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ടി വരത്തില്ല. നമ്മുടെ പരീക്ഷാക്കാലം, അല്ലെങ്കിൽ കുട്ടീനെ സ്കൂൾ മാറ്റി, അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ അറ്റോപ്പിയിൽ സാരമായി ബാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ ശ്രദ്ധ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ അവരായിട്ട് ചൊറിഞ്ഞ് ഈ അസുഖത്തിനെ വരുത്തി വയ്ക്കാറുമുണ്ട്. ഇതിനിട വരുത്തരുത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് അസുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാതാപിതാക്കൾ അവരോട് സമയം ചെലവഴിക്കണം. അപ്പോൾ കുട്ടിക്ക് തന്നെ ഒരു മനസ്സിലാവും, ഇത് അസുഖം അതിൻ്റെ പാർട്ടാണെന്നും ഇത് അച്ഛൻ്റെ അമ്മയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കേണ്ട ഒരു വസ്തുവല്ല എന്നും കുട്ടിക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ട് കുട്ടി ചൊറിയാനുള്ള സാധ്യത കുറയും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അസുഖം കൂടും. അപ്പോൾ അതിന് ഇടവരുത്തരുത്. ഇതുവരെ നമ്മൾ രോഗലക്ഷണങ്ങളും അവയെ ബാധിക്കുന്ന ഘടകങ്ങളെയും കൊണ്ടാണ് സംസാരിച്ചത്. ഇനി ഞാൻ പറയുന്നത് അറ്റോപ്പി ഉള്ള ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ സ്കിന്ന് ഉണങ്ങാൻ അനുവദിക്കരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സ്കിൻ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം പോലുള്ള ദ്രാവകം പുറത്തേക്ക് വരും. ഈ ദ്രാവകം ഉണങ്ങിപ്പിടിച്ച് പൊട്ടയാകും. അപ്പോൾ അത് മാത്രമല്ല, സ്കിന്ന് മുറിയുമ്പോഴത്തേക്കും നമ്മുടെ ബാരിയർ, അതായത് സ്കിന്ന് ശരിക്കും പറഞ്ഞ ഒരു ഭിത്തി പോലെയാണ്. അത് നമ്മളെ പുറത്തുനിന്നുള്ള രോഗം ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്തുന്ന സാധനമാണ്. അപ്പോൾ അതിലൊരു പൊട്ടലുണ്ടായിക്കഴിഞ്ഞാൽ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചൊറിയാതിരിക്കണമെങ്കിൽ സ്കിന്ന് ഉണങ്ങാതിരിക്കട്ടെ. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിന്ന് ഉണങ്ങി വരളാതെ നോക്കുക. അറ്റോപ്പി ഉള്ള ഒരാൾ 2 വട്ടം കുളിക്കണം. പക്ഷേ സോപ്പ് ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഒരു പ്രാവശ്യം സോപ്പില്ലാതെ കുളിക്കട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുളിച്ചു കഴിഞ്ഞാലും സ്കിന്നിൻ്റെ മിഴുമിഴുപ്പ് നിലനിർത്തുന്ന സോപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക. കുളി പെട്ടെന്നാക്കുക. അതായത് എത്രയും പെട്ടെന്ന് കുളിച്ച് കയറുക. കുളി കഴിഞ്ഞ ഉടനെ നനഞ്ഞ തുണി കൊണ്ട്, അതായത് തോർത്തോ ടവലോ എന്ത് വേണമെങ്കിലും ആകാം, മൃദുവായിട്ട് ഒപ്പി വേണം ശരീരം തുടയ്ക്കേണ്ടത്. അമർത്തി തുടയ്ക്കാൻ പാടില്ല. ഇതിന് ശേഷം ഒരു 2 മിനിറ്റിനകം തന്നെ ദേഹം മുഴുവൻ മോയ്സ്ചറൈസിങ് ലോഷൻ ധരിക്കേണ്ടതാണ്. ഇതിൻ്റെ പുറത്ത് നമ്മൾ കുളി കഴിഞ്ഞ് ലോഷൻ പുരട്ടിയിട്ട് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ടൺ വസ്ത്രങ്ങൾ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യത്തില്ല.
സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്ത് വസ്തുവും അറ്റോപ്പിക്കാർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സിന്തറ്റിക് ക്ലോത്ത്സ് ഒന്നും ഇടാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിളി പുതപ്പാണ്. കമ്പിളി പുതപ്പും പറ്റത്തില്ല. അധികം ചൂടും തണുപ്പും ഇവർക്ക് ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ക്ലൈമറ്റിൽ താമസിക്കേണ്ടി വരുന്നവർ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അധികം ചൂടുള്ള സമയത്ത് ജനലൊക്കെ തുറന്നിടുക, കാറ്റൊക്കെ വരട്ടെ, ആ റൂമിനകത്ത് ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അധികം തണുപ്പുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ദേഹമൊക്കെ നനഞ്ഞ തുണി കൊണ്ട് ഒപ്പിയതിന് ശേഷം മോയ്സ്ചറൈസിങ് ലോഷൻ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാം. വിയർക്കുമ്പോൾ ചൊറിച്ചിൽ കൂടുന്നതിനാൽ ഈ കുട്ടികൾക്ക് സ്പോർട്സൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ സ്കൂൾ അധികൃതരോട് സംസാരിച്ച് അവരെ PT-യിൽ നിന്ന് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ചൊറിച്ചിൽ അധികമാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. വളർത്തുമൃഗങ്ങളുടെ രോഗം കുട്ടിയിൽ ചൊറിച്ചിലുണ്ടാക്കുമെന്നതിനാൽ വളർത്തുമൃഗങ്ങളോടുള്ള സഹവാസം ഒഴിവാക്കേണ്ടതാണ്. കുട്ടികളുടെ നഖമൊക്കെ ചെറുതായിട്ട് വെട്ടി അതിൽ അരം പോലെ ഇരിക്കാതെ വെക്കണം. അതായത് നമ്മൾ നെയിൽ ഫയലർ എന്ന് പറയും, അത് വെച്ച് ഉരച്ച് സോഫ്റ്റായിട്ട് വെക്കണം ടിപ്പൊക്കെ. കാരണം ഇവർക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്താൽ മതി, ഒന്ന് ഉരച്ചാൽ മതി, അവരുടെ തൊലി മുറിയും. അപ്പോൾ അതിനെ ഇടവരുത്തരുത്. സ്വിമ്മിംഗ് പൂളിലെ ക്ലോറിനേറ്റഡ് വെള്ളമൊക്കെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനമായതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ദേഹം മുഴുവൻ മോയ്സ്ചറൈസിങ് ലോഷൻ പുരട്ടുക. അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവരുടെ കയ്യിൽ എപ്പോഴും മോയ്സ്ചറൈസിങ് ലോഷൻ കാണണം. എന്തെങ്കിലും ഒരു ചെറിയ ചൊറിച്ചിൽ വരുമ്പോൾ തന്നെ അവരൊരു നനഞ്ഞ തുണി കൊണ്ട് ആ ഭാഗത്തിനെ ഉപ്പുകയും അപ്പോൾ തന്നെ മോയ്സ്ചറൈസിങ് ലോഷൻ പുരട്ടുകയും വേണം. ഇവരുടെ വീട്ടിൽ പൊടി അടിഞ്ഞ് കൂടിയിരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിലൊരു ഹൗസ് ഡസ്റ്റ് മൈറ്റ്, അതല്ലെങ്കിൽ ഈ പൊടിയിൽ ജീവിക്കുന്ന ഒരു പ്രാണി വളരാനും ഇത് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസിനെ അതിൻ്റെ നില വഷളാക്കാനും ഇടവരുത്തും. അതുകൊണ്ട് വീടെല്ലാം തുടച്ച് തൂത്ത് വൃത്തിയാക്കി വെക്കുക. പുറത്തിറങ്ങുമ്പോൾ പ്രാണികളൊക്കെ കടിക്കുകയാണെങ്കിൽ സാധാരണ ആൾക്കാർ ചൊറിയുന്നതിനേക്കാൾ കൂടുതൽ ഇവർ ചൊറിയും. അതുകൊണ്ട് നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്ക് കൈയും കാലും കവർ ചെയ്ത് കിടക്കുന്ന വസ്ത്രം തന്നെ ധരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെ ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ആഹാരത്തിലാണ്. ഒന്ന്, നമുക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ കടലിൽ നിന്നുള്ള മീൻ കുട്ടികൾക്ക് ചിലർക്ക് ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് കഴിക്കാതിരിക്കുക. പക്ഷേ ഫിഷ് ലിവർ ഓയിൽ, അതിനകത്ത് വൈറ്റമിൻ A ആണ് ധാരാളമായിട്ടുള്ളത്, അത് കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള വൈറ്റമിൻസ് ഒക്കെ കൊടുക്കുക. ഇലക്കറി പച്ചക്കറിയൊക്കെ കൊടുക്കുക. പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ എത്ര കാലം അമ്മയുടെ പാല് കുടിക്കാൻ പറ്റുമോ അത്രയും കാലം കുടിക്കാൻ അനുവദിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക്സ് ആണ്. അതെല്ലാം ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസിനെ 3 സ്റ്റേജായിട്ട് തരംതിരിക്കുന്നു. അതായത് 1 മൈൽഡായിട്ട്, അപ്പം ഞാൻ പറഞ്ഞതുപോലെയുള്ള ദിനചര്യകൾ, അതായത് സ്കിൻ കെയർ റെജിംസ് അത് പാലിക്കുക. 2 മോയ്സ്ചറൈസിങ് ലോഷൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. രണ്ടാമത്തത് അപ്പോൾ ഇതുകൊണ്ട് നിൽക്കുന്നില്ല, അപ്പോൾ കുറച്ചുകൂടെ മോഡറേറ്റ് ആയിട്ടുള്ളത്, ചൊറിച്ചിലും കൂടെ അനുഭവപ്പെടുന്നു. കുട്ടികൾക്ക് ചൊറിച്ചിൽ അല്ലെങ്കിൽ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഉള്ള വ്യക്തികൾക്ക് ചൊറിച്ചിൽ വന്നാൽ അപ്പോൾ അവരെന്ത് ചെയ്യണം, ഇതെല്ലാം ഇപ്പോൾ ചെയ്യുന്നതെല്ലാം തുടരുകയും അതിൻ്റെ കൂടെ ടോപ്പിക്കൽ സ്റ്റീറോയിഡ് മരുന്നുകളും പിന്നെ ആൻറ്റിഹിസ്റ്റമിൻ, ചൊറിച്ചിലിനുള്ള ആൻറ്റിഹിസ്റ്റമിൻ ഗുളികകളും കഴിക്കണം. അപ്പോൾ ഇത് രണ്ടും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം വീട്ടിൽ കരുതുകയും അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ കഴിക്കുകയും വേണം. മൂന്നാമത്, നമുക്ക് ഇതിലും നിയന്ത്രണം കിട്ടുന്നില്ല, അപ്പോഴെന്താ ചെയ്യുക, അപ്പോൾ അകത്തേക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. സാവധാനം ക്രമേണ അതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് നിർത്താവുന്നതാണ്. ഇത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ റൊട്ടീൻ സ്കിൻ കെയറിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ 5 കാര്യങ്ങളാണ് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഉള്ള ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത്. 1, അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഒരു അസുഖമല്ല, അതൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ജീവിതചര്യയിൽ ഉണ്ടാക്കുന്ന ചെറിയ വ്യത്യാസങ്ങൾ ഈ അവസ്ഥയ്ക്ക് അനിവാര്യമാണ്. 2, നമ്മൾ ട്രിഗർ ഫാക്ടേഴ്സ്, അതായത് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ ഒഴിവാക്കുക. 3, സ്ട്രെസ്, എത്രയും കുറച്ച് സ്ട്രെസ് എടുക്കാവോ അതാണ് ഇവർക്ക് നല്ലത്. 4, നമ്മൾ എപ്പോഴും സ്കിന്ന് മോയ്സ്റ്റ് ആക്കിയിട്ട് വെക്കുക, അതായത് ഉണങ്ങി വരളാതെ നോക്കുക. 5, കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ട്രീറ്റ്മെൻറ്റ് മുടങ്ങിപ്പോകാതെ ശ്രദ്ധിക്കുക. അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന അവസ്ഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകുവാൻ സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.